ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദിവാസി യുവതികളുടെ വെളിപ്പെടുത്തൽ വളരെ പ്രധാനമായിരുന്നു. ആ വെളിപ്പെടുത്തലിലും പിന്നീട് അവരുടെ സംരക്ഷണത്തിലും അവർ കൊടുത്ത പരാതി അത് പോലീസ് സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുന്നില്ല എന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്നതിലുമൊക്കെ ഛത്തീസ്ഗഡിലെ CPIയുടെ പങ്ക് വളരെ പ്രധാനമാണ്. ഛത്തീസ്ഗഡിൽ എന്തുകൊണ്ടിങ്ങനെ CPI എന്ന ചോദ്യമുണ്ട്. CPIയുടെ അവിടുത്തെ ചുമതലക്കാരനാണ് നമ്മുടെ രാജ്യസഭാ അംഗം P. സന്തോഷ് കുമാർ. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. ശരിക്കും നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. CPI ഛത്തീസ്ഗഡിൽ എന്തു ചെയ്യാൻ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഒരുപാട് ചെയ്യാനുണ്ട്. CPI ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾ അറിയുന്നതിനേക്കാളും CPIക്കാർ അറിയുന്നതിനേക്കാളും ഒക്കെ വലിയ പാർട്ടിയാണ്. ശരിക്കും ഞാൻ പിന്നീട് മനസ്സിലാക്കിയതാണ് 51 എത്ര പഞ്ചായത്തുകളിൽ നമുക്ക് ഭരണമുണ്ട്? 63 സർപഞ്ചുകള് CPIക്കാരാണ് ജയിച്ചവര്. അവിടെ ഈ പക്ഷെ വടക്കേ ഇന്ത്യയിലെ ഇലക്ഷൻ നമ്മുടെ കേരളത്തിലെ പോലെ പാർട്ടി ചിഹ്നത്തിലല്ല, പക്ഷെ കടുത്ത പാർട്ടിക്കാരാണ്. അതുമാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഗ്രാമങ്ങളിൽ വലിയ പൊട്ടൻഷ്യലുള്ള ഒരു പാർട്ടിയാണ് CPI. പക്ഷെ അത് നിർഭാഗ്യവശാൽ ഞങ്ങളെപ്പോലെ നേതാക്കന്മാരുടെ കുഴപ്പം കൊണ്ടാവാം അത് വേണ്ടത്ര മുന്നോട്ട് വരുന്നില്ല. അത് ഒരു കുറെ കൂടി ഗൗരവമായി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ്. കാരണം നമുക്ക് വലിയൊരു നേതൃനിര വളരെ ജനൂനാണ്. അപ്പോൾ ചോദിക്കും ജനൂൻ അല്ലാത്തവരുണ്ടോന്ന്. എന്നാൽ ഒരു രാഷ്ട്രീയത്തിലെത്തുന്നത് പലരും പല കാരണങ്ങളാലാണല്ലോ. ശരിക്കും നമ്മൾ നാരായൺപൂർ പോകുമ്പോൾ, ഞാൻ അവിടെ പോയ ആളാണ്, അവിടെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ CPIയുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ആവട്ടെ, അവിടുത്തെ പാവപ്പെട്ട ആളുകളാണ് പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവരുടെ സംരക്ഷണം ഏറ്റിരിക്കുന്നത് പാവപ്പെട്ട ആളുകളാണ്, പാവപ്പെട്ടവരാണ്. അവര് ഉദാഹരണത്തിന് ഇലക്ഷനിൽ ഇപ്പോൾ മത്സരിക്കാൻ അവർ 10 രൂപ ഓരോ മാസവും മെമ്പർമാർ ഹുണ്ടിക കളക്ട് ചെയ്ത് അത് ബാങ്കിൽ നിക്ഷേപിച്ച് അങ്ങനെ 5 കൊല്ലത്തിന് ശേഷം അത് പൊട്ടിച്ചിട്ടാണ് മത്സരിക്കുക. സാമ്പത്തികമായിട്ട് അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മൾ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴതിൻ്റെ ഒരു അംഗീകാരമുണ്ട്. അത് എവിടെയാണെങ്കിലും അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ കിട്ടും. നമുക്കൊരു കാര്യം ഇപ്പം വലിയ പാർട്ടികളായിരിക്കുന്ന പലതിനെയും ക്ഷയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ കടന്നു കയറാൻ സാധിക്കില്ല എന്ന് നമുക്കുള്ളൊരു തോന്നൽ മാത്രമാണ്. നമ്മൾ ആളുകളുടെ കൂടെ നിൽക്കുമോ, കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുമോ, പ്രൊഫഷണലായിട്ട് ഇടപെടുമോ എന്നുവെച്ചാൽ ഈ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ പ്രൊഫഷണലിസത്തിന്റെ ഒരു കുറവ് ഞാൻ അവിടെ ശ്രദ്ധിച്ചു. മാത്രമല്ല ഈ ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ജാർഖണ്ഡ്, ഇങ്ങനെ ബീഹാർ, ആ മധ്യപ്രദേശ്, ആ ബെൽറ്റ് മുഴുവൻ CPIക്കാണ് CPMനേക്കാളൊക്കെ സ്വാധീനം വളരെ കൂടുതൽ. ഞാൻ ഒന്നിനേക്കാൾ കൂടുതലാണ് കുറവ് നമ്മളതിനപ്പുറത്തേക്ക് പറയാം. വളരെ നന്നായി പാർട്ടി ഉള്ള ധാരാളം പ്രദേശങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഹിന്ദി ബെൽറ്റിലെ ഈവൻ ബീഹാറിലെയും ഏറ്റവും വലിയ ഇടതു പാർട്ടി CPI ആണ്. പക്ഷെ പ്രശ്നം, ഞാനത് പറയുമ്പോഴും ആളുകൾ കണക്ക് ചോദിക്കും, എത്ര നിയമസഭാ സീറ്റുണ്ട്, എത്ര MP ഉണ്ട്. ശരിയാണ്, ഇപ്പോൾ ഇല്ല. പക്ഷെ CPIയുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അത് പുതിയ കാലത്ത് ധാരാളം വെല്ലുവിളി നേരിടുന്നുണ്ട്. സാമ്പത്തിക ഇല്ലായ്മയുണ്ട്, ഉള്ള പാർട്ടി സംഘടനയെ മര്യാദക്ക് ചലിപ്പിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളെ പ്രശ്നങ്ങളിൽ പഴയതുപോലെ ഇടപെടാൻ കഴിയാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ആ കാര്യത്തിലുള്ള വിമുഖതയുണ്ട്. എല്ലായിടത്തും കനലുകളുണ്ട്. സർവാപരി ഇതെല്ലാം പ്രൊഫഷണലൈസ് ചെയ്ത് പ്രചരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ദയനീയമായ പരാജയമുണ്ട്. പക്ഷെ ഇതൊക്കെ അതിജീവിക്കാൻ കഴിയും. ഇതൊക്കെ അതിജീവിച്ചു കഴിഞ്ഞാൽ CPI ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ പാർട്ടിയായി മാറാൻ കഴിയുമെന്നാണ് ശതാബ്ദി വർഷത്തിൽ ഞങ്ങളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ, ആദിവാസി യുവതികളുടെ കാര്യത്തിൽ അങ്ങെടുത്ത ശ്രദ്ധ, ഞാനത് പറയുന്നതിൽ ഒരുപക്ഷെ ഒരു ശ്രദ്ധ അക്കാര്യത്തിൽ CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലെങ്കിൽ എപ്പോഴോ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ ഹൈജാക്ക് ചെയ്യുമായിരുന്നു. ശരിയല്ലേ? അല്ല, ഞാനെടുത്ത ശ്രദ്ധ എന്ന് പറയുന്നതിലുപരിയായി അവിടുത്തെ പാർട്ടി, ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു ഛത്തീസ്ഗഡില്, വളരെ വളരെ വിജയകരമായിരുന്നു. അത് ധാരാളം പുതിയ കേഡർമാർ വന്നു. നന്നായി ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ മനസ്സുള്ള, ആത്മാർത്ഥതയുള്ള ഒരു നിരയാണ് അവിടുത്തെ CPI ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇടപെടലാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അവര് ഒരു പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും ഇല്ലാതെ തന്നെ അതിനിടപെടേണ്ട ഒരു ആവശ്യകത അവർ മനസ്സിലാക്കി. ഞങ്ങളവരെ പല രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഉത്തരവാദിത്തമാണ് ഞങ്ങളത്. പക്ഷെ എന്നാലും അവരുടെ ഒരു നല്ല, എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ പൊന്നുപോലത്തെ സഹാക്കളാണ്. അപ്പൊ അവരുടെ ഒരു ജെനുവിൻ സഹാക്കളാണ്. മറ്റൊന്ന്, ഈ നാരായൺപൂരിൽ ഈ CPI പ്രവർത്തകർ നടത്തിയ ബഹുജന പ്രതിഷേധം, അത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിലധികം ആളുകളുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ വന്നു. ആ വിഷയത്തിന്റെ ഗൗരവം അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. CPIയുടെ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല, വളരെ ചെറിയൊരു മെമ്പർഷിപ്പാണ്. പക്ഷെ ആ മെമ്പർഷിപ്പ് ഒന്നും അല്ല അതിൽ പ്രസക്തം. അവരിടപെടുന്ന രീതിയും അവരെ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യമാണ് അവര് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല,
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 143 BNS ആ പ്രകാരം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടക്കാനും താല്പര്യം കാണിച്ച പോലീസ് 3 പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും SP-ക്ക് പരാതി കൊടുത്തിട്ടും ബലാത്സംഗ ഭീഷണി ഉൾപ്പെടെ നേരിടേണ്ടി വന്ന ഈ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കേസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ര അപമാനകരമാണ്. അത് വാസ്തവത്തിൽ നമ്മളെ രക്തം തിളപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റും പാർട്ടി കോമ്രേഡ്സിന്റെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമരം നടക്കുന്നത്. ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതിലെ SP ഓഫീസിന്റെ മുമ്പിൽ ഉള്ള മറ്റ് സമരപരിപാടികൾ ആലോചിക്കുകയാണ്. അവർക്കുള്ള സംരക്ഷണവും നിയമസഹായവും തുടരും. CPI അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. അതൊക്കെ തുടരും. ഞങ്ങളെ വിവിധ ഘടകങ്ങളുടെ സഹായം തേടും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെയും മറ്റ് സമാന മനസ്കരുടെയും അവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും കൂട്ടിയൊഴിപ്പിച്ചുകൊണ്ട് ആ സമരം പക്ഷവും മുന്നോട്ട് കൊണ്ടുപോകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആ സമയത്ത് ഈ CPI ജില്ലാ സെക്രട്ടറി, നാരായൺപൂർ ജില്ലാ സെക്രട്ടറി ഫൂൽ സിംഗ് ആണ് പഴയ ഒരു പോലീസുകാരനാണെന്ന് തോന്നുന്നു. ഫൂൽ സിംഗ് ഒരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരനാണ്. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫൂൽ സിംഗ് പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം സെക്രട്ടറിയുടെ ചുമതല കൂടെ വഹിക്കുന്നത്. കാരണം സെക്രട്ടറി കുറച്ച് സീനിയറായ ഒരു കോമ്രേഡാണ്. അപ്പോൾ ഇത് ശരിക്കും അദ്ദേഹമാണ് ഈ യുവതികളെ, ഇങ്ങനെ ആദിവാസി യുവതികളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാതെ എന്തെങ്കിലും ഭീഷണികൾക്കിടയിൽ സംരക്ഷിച്ചിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അത് കാണുമ്പോഴും സന്തോഷം. കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഒരു വാക്ക് മൊഴി മാറ്റിയാൽ കഴിഞ്ഞു, കേസ് കഴിഞ്ഞു, അവർക്കെതിരാകുന്നു. ഏതായാലും ആ രൂപത്തിലാണ് CPIയുടെ പങ്ക് വളരെ പ്രധാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. സന്തോഷ് കുമാറാണ് അതിൽ മേൽനോട്ടപരമായ ചുമതല ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, റിപ്പോർട്ടർ ദില്ലി.